ദാവീദ് പറയുന്ന സങ്കീർത്തനം 34 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കാരണം നമുക്കറിയാം, ബാലസിംഹങ്ങൾ, ചെറുപ്രായമുള്ള സിംഹത്തിന് ഇര തേടി പിടിക്കുന്ന ഒരു സിംഹമാണ് ഈ ബാലസിംഹം. അതിന് ഇരയ്ക്ക് ഒപ്പം ഓടുവാൻ ചെയ്യും, അതിന് കഴിയും. പക്ഷേ അതിൻ്റെ ശക്തിയും ബലവും എടുത്തിട്ടും അതിനെ മൃഗങ്ങളെ പിടിക്കാൻ പോകുമ്പോൾ എല്ലാ മൃഗങ്ങളെക്കാളും അതിന് ഓടി അതിനെ കീഴടക്കാനുള്ള ഒരു ശക്തി ആർക്കുണ്ട്? ആ മൃഗത്തിനുണ്ട്. നമുക്കറിയാം, ഈ സിംഹത്തിന് മറ്റു മൃഗങ്ങളെ എന്ത് ചെയ്യാം? വേട്ടയാട അല്ലെങ്കിൽ അതിനെ പിടിക്കാൻ പോകുമ്പോൾ അത് എത്ര ദൂരെ ഓടിയാലും ഈ ബാലസിംഹത്തിന് അതിനെ കീഴടക്കാൻ പറ്റും. അതിനത്രയും വേഗത്തിൽ ഓടിയാലും അതിന് മേൽ ചാടി വീണ് അതിനെ പിടിച്ചടക്കാൻ പറ്റും. പ്രായം ചെന്ന ചില സിംഹത്തിന് ഓടാൻ പറ്റത്തില്ല, അതിന് ഓടി ജയിക്കാം. പക്ഷെ ഈ ബാലസിംഹങ്ങൾക്ക് എപ്പോഴും ഇര കിട്ടും, കാരണം മറ്റു സിംഹങ്ങളെ പോലെയല്ല. പക്ഷെ ഇവിടെ ദാവീദ് രാജാവും ആട്ടിടയനുമായിരിക്കുന്ന ദാവീദ് പറയുന്നൊരു കാര്യമാണ്. എന്താണ്? ബാലസിംഹങ്ങൾ, കാരണം കാട്ടിൽ ആടിനെ മേച്ചത് കൊണ്ട് സിംഹങ്ങളെക്കുറിച്ചും നല്ല ഒരു പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് പറഞ്ഞു, ബാലസിംഹങ്ങൾക്ക് എപ്പോൾ വേണം ഇര കിട്ടും. പക്ഷെ എന്നാൽ ഇവിടെ പറഞ്ഞു, ബാലസിംഹങ്ങൾക്ക് പോലും ഇര കിട്ടാതിരിക്കുന്ന ഒരു അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും യഹോവയെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. അപ്പോൾ ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. ഇതിന് ദൂതിങ്ങനെ കിടക്കുന്നത് കാരണം എന്താ വെച്ചാൽ, ശക്തനായിരിക്കുന്ന, ശക്തിയുള്ളവരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും വിശന്ന് വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ, യഹോവയോട് അന്വേഷിച്ച് കർത്താവിൻ്റെ മുമ്പിൽ അപേക്ഷ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ 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 ഉന്നതന്മാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോഴും ശക്തന്മാർ തളർന്നു വീഴുമ്പോഴൊക്കെയും പല ബുദ്ധിശാലികൾ, കഴിവുള്ളവർ എല്ലാവരും തളർന്നു വീഴുമ്പോഴൊക്കെയും സർവശക്തനാകുന്ന യഹോവയാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ